UDF സർക്കാർ അധികാരത്തിലേറി അധിക നാളാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. അതും അഴിമതിക്കെതിരെ. പ്രോജക്റ്റ് സീറോ. പൂർണ്ണമായും കേരളത്തെ അഴിമതി വിമുക്തമാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സാധാരണ സർക്കാർ ഓഫീസുകളിലൊക്കെ കൈക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നവർക്കെതിരെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ അറസ്റ്റിലാവുകയും ചിലരൊക്കെ ജയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലക്ഷ്യം അതല്ല. കൈക്കൂലി അല്ലെങ്കിൽ കൈക്കൂലിക്ക് കാരണക്കാരായ ആളുകളെ നേരത്തെ തന്നെ കണ്ടെത്തും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഓഫീസുകളെല്ലാം പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നിരീക്ഷണത്തിലാക്കാനാണ് വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു രൂപരേഖ തന്നെ വിജിലൻസ് വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അഴിമതി നടത്തുന്നവരുടെ ചിത്രങ്ങൾ പകർത്തി നൽകുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ വ്യക്തികൾക്ക് 5000 രൂപ പാരിതോഷികം നൽകാനും വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അഴിമതി നടത്തുന്ന ആളിനെക്കുറിച്ചോ അഴിമതി നടക്കുന്ന ഓഫീസുകളെക്കുറിച്ചോ വിവരങ്ങൾ നൽകിയാൽ വിവരം നൽകുന്ന ആളിൻ്റെ പേരോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒരിക്കൽ പോലും പുറത്തു പോകില്ല എന്നാണ് ഈ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ വളരെ നല്ലതാണ്. ഏറെ നാളായി പലരും പല രീതിയിലൊക്കെ തന്നെ സർക്കാർ വകുപ്പുകളിലും മറ്റ് വിഭാഗങ്ങളിലുമൊക്കെ അഴിമതി തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും പൂർണ്ണതോതിൽ വിജയിച്ചില്ല, അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രോജക്റ്റ് സീറോ നടപ്പിലാക്കുന്നതോടെ ഇതെല്ലാം പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വിജിലൻസ് മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. ഇതിനായി ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. 6 തട്ടുകളുള്ള രൂപരേഖ. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന AI സംവിധാനങ്ങൾ വരെ അഴിമതി ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് പുതിയ തീരുമാനം. അതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബോധവത്കരണമാണ്. ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യമുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളോ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഓഫീസിലെത്തുമ്പോൾ ഒരു വിധത്തിലും ഒരു സ്വാധീനവും ചെലുത്താതെ അത് ആർക്കാണോ വേണ്ടത് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള രീതികൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുമ്പോൾ അത് വല്ലാതെ താളം തെറ്റിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെയും വിജിലൻസിൻ്റെയും കണ്ടെത്തൽ. ആ ആളുകളെ നേരത്തെ തന്നെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കി മുന്നോട്ട് പോകാനാണ് വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൊള്ളാം. പക്ഷേ ഈ സർക്കാർ ഓഫീസുകളിലും പറയുന്ന മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ഭരണത്തെ പിന്തുണയ്ക്കുന്ന സംഘടനകളും പ്രതിപക്ഷ സംഘടനകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ഈ പദ്ധതി നടപ്പിലാക്കിയാൽ നന്നായിരുന്നു. കാരണം സർക്കാർ ഓഫീസുകളിലാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ്, എതിർപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കാരണം ഒരാൾ അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ നിരന്തര നിരീക്ഷണത്തിലേക്ക് ആ ഓഫീസ് എത്തപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെ ശരിക്കും നിരീക്ഷിക്കും. അങ്ങനെ പൂർണ്ണമായും അഴിമതി വിമുക്തമാക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇത് എത്ര വർഷം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും പുതിയ രൂപരേഖകളും തന്നെ തയ്യാറാക്കിയിട്ടില്ല. എങ്കിലും ശുഭപ്രതീക്ഷയാണ് ആഭ്യന്തരമന്ത്രിക്കും ഒപ്പം തന്നെ വിജിലൻസ് മേധാവികൾക്കും ഉള്ളത്. ചർച്ചകൾ വലിയ രീതിയിൽ നടന്നു കഴിഞ്ഞു. 1ാം വട്ട ചർച്ചയും കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വലിയ തരത്തിലുള്ള ബോധവത്കരണം നടത്തിയാൽ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ അഴിമതി ഒഴിവാക്കാൻ കഴിയും, അല്ലെങ്കിൽ അഴിമതിക്കാരെ മാറ്റി നിർത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി ബോധവത്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് മറ്റൊരു തരത്തിൽ ഫണ്ട് കണ്ടെത്തണമോ, അതോ എങ്ങനെയായിരിക്കും ബോധവത്കരണം? ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അഴിമതി നിരോധനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നല്ലത് തന്നെ, പ്രത്യേകിച്ചും വിവിധ വകുപ്പുകളിൽ. സർക്കാർ വകുപ്പുകൾക്ക് അപ്പുറത്തേക്ക് മറ്റു ചില ഓഫീസുകളിലേക്കും ഇവരുടെ കണ്ണുകൾ പോകും എന്നുള്ളതാണ് ഇപ്പോഴറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും
ചില ബോർഡ് ഓഫീസുകൾ, ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുകൾ, അങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും വിജിലൻസ് വളരെ വിജിലൻ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. ഇതിന് പ്രാപ്തമായ തരത്തിൽ ആൾബലമുണ്ടോ, സംവിധാനങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കും എന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും മുന്നിട്ടിറങ്ങാൻ തന്നെ വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അതിൻ്റേതായ ചില രൂപരേഖകളും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ അഴിമതി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ലഘുലേഖകളും പുറത്തിറങ്ങും. എന്തായാലും മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് ഒരു പരിധിവരെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് നടപ്പിലായി കാണണം.